ഇന്നത്തെ കറന്റ് അഫയേഴ്സ് 2026 ഫെബ്രുവരിയിൽ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡി സിൽവ 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി ഹെമറ്റോളജി വിഭാഗത്തിന് തുടക്കം കുറിച്ച രക്തരോഗ വിദഗ്ധൻ ഡോക്ടർ കെ എ സലീം, പ്രമുഖ ബിസിനസ് മാസികയായ മിഡിൽ ഈസ്റ്റ് എന്റർപ്രനർ 2026 പുറത്തുവിട്ട പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എം.എ. യൂസഫ് അലി, ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദി വിശാഖപട്ടണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ 2026 ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം ജില്ലകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല മലപ്പുറം,